മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നാലെ അധ്യാപകന്റെ ക്രൂരതകൾ പുറത്തേക്ക്. സന്ദീപ് പാണ്ഡെയുടെ മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും കാരണം 18 പേർ പഠനം ഉപേക്ഷിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാനേജ്മെന്റിനും അധ്യാപകർക്കുമെല്ലാം ബിസിനസ് മാത്രമെന്നും ആദിത്യനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കോളേജ് അധികൃതർ അനുവദിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. ദേവൻ MP വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദേവൻ, ഈ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്നും തുടങ്ങാം. കാരണം ഈ കുട്ടിയുടെ പൊതുദർശനം അടക്കം കോളേജിൽ ഉണ്ടായിരിക്കുമെന്നാണ് കോളേജ് അധികൃതർ ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് നടത്തിയിരുന്നില്ല. അതിനെതിരെ വിദ്യാർത്ഥികളടക്കം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അവർ ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ? മറ്റൊന്ന്, ഈ അധ്യാപകനെതിരായ ആരോപണങ്ങളാണ്. ഈ ആദിത്യന്റെ മരണത്തിനടക്കം കാരണം അധ്യാപകന്റെ മാനസിക പീഡനമാണെന്ന് പറയുന്നു. സമാനമായിട്ടുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും സേതു, അരുവിക്കര സ്വദേശിയായിട്ടുള്ള ആദിത്യന്റെ മരണത്തിൽ കോളേജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് രക്ഷിതാക്കളും, മരിച്ച ആദിത്യന്റെ രക്ഷിതാക്കളും ഒപ്പം തന്നെ സഹപാഠികളും ആദ്യ ദിവസം മുതൽ തന്നെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ആദിത്യന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുമ്പോൾ ഒരു കൊച്ചി സ്വദേശിയായിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥി ഇത്തരത്തിൽ പഠനം ഉപേക്ഷിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ ആദിത്യനോടൊപ്പം തന്നെ അവിടെ അഡ്മിഷൻ എടുത്ത് ഈ 2 വർഷ കാലയളവിൽ കോളേജിൽ പഠിച്ച 18ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ആ കോളേജിൽ നിന്നും പഠനം ഉപേക്ഷിച്ച് മടങ്ങിയതായി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. അതായത് ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കടുത്ത രീതിയിലുള്ള പീഡനം, അതായത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം വിദ്യാർത്ഥികൾ കേൾക്കേണ്ടി വരുന്നു. അതിൽ മടുത്തിട്ട് പല വിദ്യാർത്ഥികളും അവിടെ നിന്നും വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ആദിത്യന്റെ കുടുംബാംഗങ്ങളോട് തന്നെ ഈ വിദ്യാർത്ഥികൾ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പരാതിയുമായി വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ അധ്യാപകരെയോ സമീപിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു നടപടിയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. വിദ്യാർത്ഥികളെ ഒന്ന് കേൾക്കാൻ പോലും മാനേജ്മെന്റ് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് ഒരു ബിസിനസ് പോലെയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ ആദിത്യന്റെ മരണം കഴിഞ്ഞ പിറ്റേ ദിവസം അവിടെ കോളേജിൽ പ്രവൃത്തി ദിനമായി തന്നെ മുന്നോട്ട് പോയി യാതൊരുവിധ തരത്തിലുള്ള അനുശോചനം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അധ്യാപനം നിർത്തിവെക്കാനോ ഒന്നും തന്നെ അവിടുത്തെ അധ്യാപകർ തയ്യാറായിരുന്നില്ല. കേവലം 1-2 അധ്യാപകർക്ക് മാത്രമാണ് ഈ ആദിത്യന്റെ മരണത്തിൽ ഒരു വിഷമമുള്ളത്. ബാക്കിയുള്ള അധ്യാപകരും മാനേജ്മെന്റും എല്ലാം തന്നെ സാധാരണഗതിയിൽ തന്നെയാണ് ഈ കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പെരുമാറിയതെന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ ആദിത്യന്റെ മൃതദേഹം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് പോകാനോ ഒന്നും തന്നെ കോളേജിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടായില്ല. അവർ ആവശ്യപ്പെട്ടുവെങ്കിലും കോളേജിന്റെ ഭാഗത്തു നിന്നും പോകണ്ട അല്ലെങ്കിൽ അനുകൂലമായിട്ടൊരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നു. തീർച്ചയായും ഈ വിദ്യാർത്ഥികൾ ഈ കുടുംബാംഗങ്ങൾക്ക് തന്നെ അയച്ച സന്ദേശത്തിലാണ് ഈ പറയുന്നത്. പല വിദ്യാർത്ഥികളും അവിടെ പേടിച്ചുകൊണ്ടാണ് ഈ അവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. മാനേജ്മെന്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും പുറത്താക്കുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമേ വരും. അതുകൊണ്ട് തന്നെ പലരും ഈ പറയുന്നത് പോലെ തന്നെ നാട്ടിൽ നിന്ന് മാറി ബാംഗ്ലൂരൊക്കെ പോയി നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി സ്വപ്നം കൊണ്ടുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും അവിടേക്ക് പോകുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ സഹിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാണ് പല വിദ്യാർത്ഥികളും ശ്രമിക്കുന്നത്. പലപ്പോഴും രക്ഷിതാക്കളോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോഴെല്ലാം അല്ലെങ്കിൽ പലപ്പോഴും ഈ അനുകൂലമായിട്ടുള്ളൊരു നടപടി ആയിരിക്കത്തില്ല രക്ഷിതാക്കളുടെ ഭാഗത്തും ഉണ്ടാവുക. അവർ സ്വാഭാവികമായും കോളേജ് മാനേജ്മെന്റിന്റെ ഒപ്പം തന്നെ അധ്യാപകരെ എല്ലാം തന്നെ വിശ്വാസത്തിലെടുക്കും. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അവിടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. പ്രത്യേകിച്ചും ബോയ്സ് ഹോസ്റ്റലിൽ ഈ പറയുന്ന സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന അധ്യാപകന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു മാനസിക പീഡനം അവിടുത്തെ ബോയ്സ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതേ അധ്യാപകൻ തന്നെയാണ് കോളേജിന്റെ ചുമതലയും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോളേജിനുള്ളിൽ എന്തെങ്കിലും നടന്നാൽ ആ കാര്യങ്ങൾ കൂടി ഹോസ്റ്റലിൽ എത്തിയ ശേഷം പിന്നീട് വീണ്ടും വിദ്യാർത്ഥികളോട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കോളേജ് മാനേജ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ഈ ആദിത്യന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോളേജിന്റെ ഭാഗം വിശദീകരിക്കാനോ അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. നമുക്കറിയാവുന്നത് പോലെ ആദ്യ ദിവസം തിരുവനന്തപുരത്തേക്ക് ഈ ആദിത്യന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ വിളി എത്തുന്നത് പോലും ആദിത്യന് ഒരു അപകടം സംഭവിച്ചുവെന്നും നിങ്ങൾ രക്ഷിതാക്കൾ ഉടനെ ബാംഗ്ലൂരിലേക്ക് എത്തണമെന്നും അറിയിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതൊരു ജീവനൊടുക്കിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ ആദിത്യന് ഇത്തരം തരത്തിൽ ഏതെങ്കിലും പ്രശ്നം നേരിട്ടതായ തരത്തിലുള്ള ഒരു സൂചനയും ഈ രക്ഷിതാക്കളുമായി പങ്കുവെക്കാൻ മാനേജ്മെന്റ് അധികൃതർ തയ്യാറായിരുന്നില്ല. പക്ഷെ പലപ്പോഴും ആദിത്യൻ കുടുംബാംഗങ്ങളുമായും അമ്മയോടും ഒപ്പം തന്നെ സഹോദരങ്ങളോടും എല്ലാം തന്നെ ഇക്കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ
മാനസിക സമ്മർദ്ദമാണ് താൻ അവിടെ നേരിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അനാവശ്യമായി ആദിത്യന്റെ കേസിൽ പോലും ഈ ലഹരി ഇടപാടുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അനാവശ്യമായി ഈ ആദിത്യനെയും ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ അധ്യാപകരുടെ മുന്നിൽ വിളിച്ച് ചോദ്യം ചെയ്യുകയും അവരെ സമ്മർദ്ദത്തിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികളോട് വളരെ മോശം രീതിയിൽ പെരുമാറുന്ന ഒരു മാനേജ്മെന്റിന്റെ സമീപനമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആദിത്യന്റെ മരണം അതിനുശേഷം കഴിഞ്ഞ ദിവസം ആദിത്യന്റെ ഈ ശരീരം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ നമുക്ക് ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളായിരുന്നു ആ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടതൊക്കെയും. എല്ലാ ബന്ധുക്കളുടെ വിലാപവും കൂട്ടുകാരുടെ വിലാപവും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇത് കേരളത്തിൽ നടന്നൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു നിസ്സഹരണം ഈ വിഷയത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.